And he himself has said that. എന്നെ പുറത്താക്കി. പക്ഷേ എൻ്റെ വാല്യൂ അനുസരിച്ച് മാർക്സും ഗാന്ധിയും രണ്ടുപേരെയും കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ചിന്തയിൽ നിന്നും എഴുത്തിൽ നിന്നും ഒരണു പോലും മാറിയിട്ടില്ല. കേരളം ഈസ് എ വെരി സ്ട്രേഞ്ച് പ്ലേസ്. പുരോഗമനമൊക്കെ പറയുമെങ്കിലും പുരോഗമനത്തിൻ്റേതായിട്ടുള്ള ബദലുകൾ ഔദ്യോഗിക ലെവലിൽ പ്രത്യേകിച്ചും വരുമ്പോൾ അതിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ഒരുപാടുണ്ട്. അത് ഇന്നത്തെ അല്ല, ചരിത്രം മുഴുവൻ എടുത്താൽ അധികാരത്തിന് സ്തുതിപാഠകരാണ് ഇഷ്ടം. And that we should take as a fundamental given. So you should be prepared not to be favored if you want to be truthful and frank. എം പി ആയിരുന്നു ഞങ്ങളുടെ ഒരു ഇനീഷ്യൽ ഞങ്ങളെയൊക്കെ പ്രേരിപ്പിച്ച ആൾ. പിന്നെ കുറേ കാലം ഞങ്ങൾ അദ്ദേഹത്തുമായിട്ട് അദ്ദേഹം ട്രിവാൻഡ്രത്തുള്ളിടത്തോളം കാലം ഒരുമിച്ച് പ്രവർത്തിച്ചു. ആൾ ഇന്ത്യ പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു സമ്മേളനം CDS 78 ഞങ്ങൾ വിളിച്ചു കൂട്ടിയിരുന്നു. അപ്പോൾ അതിനൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചതും ആവേശമായിട്ട് അതൊക്കെ മാർഗനിർദ്ദേശങ്ങൾ തന്നതുമൊക്കെ അദ്ദേഹമാണ്. പിന്നെ ഹീസ് എ 24/7 തിങ്കർ ആൻഡ് വർക്കർ. വിശ്രമമില്ലാതെ ചിന്തിക്കുകയും എഴുതുകയും എല്ലാറ്റിനോടും നമ്മൾ യോജിക്കൊള്ളണമെന്നില്ല. കാരണം ചിലപ്പോൾ അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ലൈനിൽ ആയിട്ട് പോകുന്നതാണ്. പക്ഷേ നത്തിങ് ഈസ് ഹാംഫുൾ. എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ പീപ്പിൾസ് വെൽഫെയർ. പക്ഷേ അതിൽ അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്ത പാത ജീവിതത്തിൻ്റെ അവസാന കാലം എത്തുമ്പോഴേക്കും അത് ഉറപ്പിച്ചു നിർത്തിയത് ഡീസെൻട്രലൈസേഷനിലാണ്. അതൊരു ഗാന്ധിയൻ റീഡിസ്കവറി ഓഫ് ഗാന്ധിയൻ റെലവൻസ് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യ ഒരു വില്ലേജ് റിപ്പബ്ലിക്കായിരിക്കണം എന്ന് പറഞ്ഞില്ലേ, കളക്ഷൻ ഓഫ് വില്ലേജ് റിപ്പബ്ലിക്സ് എന്ന് പറഞ്ഞ മാതിരി. അത്രയ്ക്കും ഞാനൊന്നും പോവില്ല. കാരണം മോഡേൺ ആധുനിക ലോകത്ത് അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. എല്ലാ രാജ്യങ്ങളും തീരുമാനിക്കുകയാണെങ്കിൽ ശരി. പക്ഷേ അതിന് ഈ ഡീസെൻട്രലൈസേഷൻ വളരെയധികം പ്രസക്തിയുണ്ട്. എല്ലാ കാര്യങ്ങളിലും എല്ലാം ഒരു ലീഡറുടെ ചരട് വലി മാത്രം ചെയ്യേണ്ടതല്ല എന്നുള്ളത്. അതിൽ അദ്ദേഹം വളരെ ഉറച്ചു നിന്നു. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ എഴുത്തും ചിന്തകളും എല്ലാം തന്നെ ഒരു വികേന്ദ്രീകൃത ലൈഫ് സ്റ്റൈൽ കൂടിയാണ്. നോട്ട് ജസ്റ്റ് വികസനം മാത്രമല്ല, ലൈഫ് സ്റ്റൈൽ, അയൽക്കൂട്ടങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ആസൂത്രണം. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മളൊരു പുതിയ സ്ലേറ്റിലല്ല എല്ലാം ചെയ്യുന്നത്. ഇറ്റ്സ് ആൾ ഹിസ്റ്റോറിക്കലി ഇവോൾവ്ഡ് സൊസൈറ്റി വിത്ത് ആൾ ഇറ്റ്സ് ഗുഡ് ആൻഡ് ബാഡ് പ്രാക്ടീസസ്, അക്യുമുലേറ്റഡ് വാല്യൂസ്, നോംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കൂടുതലും നെഗറ്റീവാണ് നമ്മുടെ രാജ്യത്ത്. അതിനെയൊക്കെ മറികടന്നേക്കണമെങ്കിൽ യു നീഡ് എ ബിഗ് പുഷ്. അത് ചെറിയ ഗ്രാമങ്ങളിൽ നിന്നോ ഡീസെൻട്രലൈസിൽ നിന്നോ വന്നോളന്നില്ല. പക്ഷേ ഒരുപാട് ജീവിത സൗകര്യങ്ങൾ നടത്തുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഒരു വികേന്ദ്രീകൃത സംവിധാനം വളരെയധികം സാധിക്കും. അതിനുള്ള വിദ്യാഭ്യാസവും അറിവും പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. So it is doable in Kerala, much more strengthening our decentralized institutions. ഇപ്പം എല്ലാം ഗവൺമെൻറ് ഏജൻസി എന്നുള്ള നിലയിലാണ് പഞ്ചായത്തുകളൊക്കെ പ്രവർത്തിച്ചത്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് സോ.
തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റുകളാണ്, സെൽഫ് ഗവൺമെൻറ് ഒന്നുമല്ല, അത് വെറുതെ പേര് കൊണ്ട് കൊടുക്കുകയാണ്. അതൊരു ചെറിയൊരു ഭാഗം മാത്രമേ അതിൽ സെൽഫ് ഗവൺമെൻറ് ഉള്ളൂ. അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളനുസരിച്ച് അവരുണ്ടാക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് ഓൺ റിസോഴ്സസ് അത് ചെയ്യാം. ബാക്കിയൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നേരത്തെ നിശ്ചയിച്ച് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ മോണിറ്റർ ചെയ്യും, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ചെയ്യണം, എല്ലാറ്റിനും പെർമിഷൻ വേണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് എം പി പരമേശ്വരൻ്റെ ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ ഈസ് ഹിസ് continuous thinking and writing on the idea of decentralization and how that can be made possible എന്നുള്ളതാണ് അദ്ദേഹം. ഇപ്പോൾ ഞാൻ വായിച്ചിട്ടില്ല, കഴിഞ്ഞ 2 പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു. 90 വയസ്സ് കഴിഞ്ഞു. സോ ഹീസ് എ ഫെനോമിനൻ. ആൻഡ് അദ്ദേഹത്തെ ഞാനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളാണ്. ബിക്കോസ് ഹീസ് എ മച്ച് മോർ ഒരു ഫിസിക്കൽ പ്ലാനറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ അതിലുണ്ട്. ഹിസ്റ്ററിയും ഇൻസ്റ്റിറ്റ്യൂഷൻസും അക്യൂമുലേറ്റഡ് വാല്യൂസ് ഓർ നോട്ട് നെസസറിലി ഗുഡ് വാല്യൂസ്, അങ്ങനെ നമ്മളെ മാതിരിയുള്ള ഒരു സമൂഹം സോഷ്യൽ സയൻറ്റിസ്റ്റ് വിൽ ഫൈൻഡ് ഇറ്റ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് എന്നുള്ളതാണ്. ബട്ട് അതർവൈസ് അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റി, അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റി is a remarkable individual. ജീവിതം മുഴുവൻ ഇങ്ങനെയുള്ള വർക്കിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. വിത്ത് നോ പേഴ്സണൽ ബെനിഫിറ്റ്. ഉള്ള ബെനിഫിറ്റ് കൂടി വേണ്ടാന്ന് വെച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ജോബ്, സയൻറ്റിസ്റ്റിൻ്റെ ഒരു എൻജിനീയറുടെ ജോബ് വേണ്ടാന്ന് വെച്ച് വന്ന ആളല്ലേ. സോ അദ്ദേഹം അർഹിക്കുന്ന ഒരു സ്ഥാനം കുറേ പേരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും സമൂഹവും പ്രത്യേകിച്ച് അധികാരവർഗവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് വാല്യൂ അറിയാണ്ടാണ്, അങ്ങനെയുള്ള ആൾക്കാരുടെ വാല്യൂ അറിയാണ്ടാണ്. കാരണം അവർക്ക് സ്തുതിപാഠകരെയാണല്ലോ ഇഷ്ടം. അത് ഇന്നത്തെ അല്ല, ചരിത്രം മുഴുവൻ എടുത്താൽ അധികാരത്തിന് സ്തുതിപാഠകരെയാണ് ഇഷ്ടം. ആൻഡ് ദാറ്റ് വി ഷുഡ് ടേക്ക് ആസ് എ ഫണ്ടമെൻ്റൽ ഗിവൺ. സോ യു ഷുഡ് ബി പ്രിപ്പയർഡ് നോട്ട് ടു be favored if you want to be truthful and frank. I have no opinion on that. It's inconsequential as far as I am concerned as a citizen. അവരുടെ ഈ അടുക്കള പോരാട്ടത്തിന് നമ്മളെന്തിനാ വെറുതെ ഇടയിൽ പോയി നിന്ന്. And he himself has said that. എന്നെ പുറത്താക്കി. പക്ഷേ എൻ്റെ വാല്യൂ അനുസരിച്ച് മാർക്സും ഗാന്ധിയും രണ്ടുപേരെയും കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ചിന്തയിൽ നിന്നും എഴുത്തിൽ നിന്നും ഒരണു പോലും മാറിയിട്ടില്ല. ഹി ഹാസ് സ്റ്റക്ക് ടു ഹിസ് പൊസിഷൻ. അത് പാർട്ടിക്ക് സ്വീകാര്യമല്ലാതെ വന്നു, അപ്പോൾ പുറത്താക്കി. ദാറ്റ്സ് ഓൾ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഞാനിത് പരിഷത്തിന് മുമ്പുള്ളതാണ്. കാരണം ഞങ്ങളൊക്കെ ലോറി ബേക്കറിൻ്റെ കിട്ടിയ ഓഫീസിൽ പ്രവർത്തിച്ച് വന്ന ആൾക്കാരാണ്. അദ്ദേഹത്തുമായിട്ട് ദൈനംദിന ഇടപാടുകൾ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത് ഇത് അന്നത്തെ കാലത്ത് സാധാരണ ഈ കോൺക്രീറ്റ് വീടുകളൊക്കെ വയ്ക്കുന്നതിൻ്റെ 40% ചിലവ് കുറവാണ്. അപ്പോൾ 1 ലക്ഷം രൂപ വേണ്ട സ്ഥലത്ത് 60,000 രൂപ കൊണ്ട് നമുക്കൊരു ഉണ്ടാക്കാം. രണ്ടാമത് ഇതിന് എൻവയറൺമെൻ്റലി മോർ ഫ്രണ്ട്ലി, അബ്സല്യൂട്ട്ലി ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് സിമെൻറ്റ് ഉപയോഗിക്കും പോയിൻറ്റിങ്ങിനൊക്കെ ആയിട്ട്. കഴിയുന്നതും ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ്. ഇപ്പോൾ തറയോട്, ഇതുമാതിരി തറയോടാണ്. തറയോട് കൊണ്ട് യാതൊരു വിഷമവുമില്ല. കാരണം പണ്ട് കാലത്തും നമ്മുടെയൊക്കെ പഴയ വീടുകളിലിട്ടിരിക്കുന്ന റെഡ് ഓക്സൈഡും ഈ പിന്നെ ചിരട്ടക്കരി ഉപയോഗിച്ചുള്ള ബ്ലാക്ക് ഓക്സൈഡും ഒക്കെ അല്ലേ നല്ല ഭംഗിയുള്ള വൃത്തിയായിട്ട് അതുമാതിരി തന്നെ ഇതും. പക്ഷേ ഇപ്പോൾ ഫാഷൻ വന്നപ്പോൾ ഇറ്റാലിയൻ മാർബിളും ഹൈ എനർജി ഇൻറ്റൻസീവ് ഹൈ കാർബൺ ഫുട് പ്രിൻറ്റ്. ഇതിൽ കാർബൺ ഫുട് പ്രിൻറ്റ് കുറവാണ്, സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് കുറവാണ്, സ്റ്റീലിൻ്റെ കണ്ടൻറ്റും കുറവാണ്, അങ്ങനെ കോളംസ് ഒന്നുമില്ല. പിന്നെ ടൈൽക്രീറ്റാണ്, കോൺക്രീറ്റ് സേവ് ചെയ്തിട്ടുണ്ട്, ഒരു 40% കോൺക്രീറ്റ് സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ സ്വല്പം കുറവാണ്. ഇങ്ങനെ ഈ 2 ഓട് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗ്യാപ്പുണ്ട്. സോ ഇറ്റ് ഈസ് എൻവയൺമെൻ്റൽ ഫ്രണ്ട്ലി,
less costly, and we find it aesthetically pleasing. അപ്പോൾ അത് സി ഡി എസിലും പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഇവരൊക്കെയാണ് തുടങ്ങിയത് ഏറ്റവും കൂടുതലായിട്ട്. ലോറി ബേക്കർ തന്നിട്ട് പോയ ഈ ഒരു ശൈലി കേരളത്തിൽ ഔദ്യോഗികമായി പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചത് ഒരേ ഒരു ചീഫ് മിനിസ്റ്ററാണ്, അദ്ദേഹമാണ് സി അച്യുതമേനോൻ. പക്ഷേ അദ്ദേഹത്തിനെ PWDക്കാർ തോൽപ്പിച്ചു. ഇതൊരിക്കലും PWD ബിൽഡിംഗ് കോഡിൽ കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു. കാരണം ഇതിന് ഉറപ്പ് പോരാ, ഇത് 30 കൊല്ലത്തിൽ കൂടുതൽ നിൽക്കില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞ്. അന്നത്തെ മിനിസ്റ്ററും ചീഫ് എഞ്ചിനീയറും എല്ലാം ലോറി ബേക്കറുടെ ശൈലിക്കെതിരായിരുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് കെട്ടിടത്തിന് ഈ PWDക്കാർക്ക് ഇത് പറ്റില്ല. പക്ഷേ ചില ഗവൺമെൻറ് ഏജൻസികളെ, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത്, അവരെയൊക്കെ ഇങ്ങനെയുള്ള അംഗനവാടി സ്കൂളുകളൊക്കെ കെട്ടാനൊക്കെ അനുവദിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും പ്രൈവറ്റായിട്ടുള്ള ആൾക്കാർ, റിസോർട്ട്സ്, ഹോട്ടൽസ്, വീടുകൾ, ഇതൊക്കെയാണ്. കുറച്ച് പേര് അപ്പോൾ ഒരു ഫാഷനബിളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതായിരിക്കണം ഗവൺമെൻറ് ഇതുമാതിരിയുള്ളത്. ലോറി ബേക്കറിൻ്റെ തന്നെ വേണമെന്നില്ല. പ്രാദേശിക വസ്തുക്കൾ ഉപയോഗിച്ച് കാർബൺ ഫുട് പ്രിൻറ്റ് കുറഞ്ഞ എന്ത് മെറ്റീരിയലും കൊണ്ട് ഉപയോഗിക്കുന്ന കെട്ടിട നിർമ്മാണം ഈസ് ബൈ ഡെഫിനിഷൻ എൻവയറമെൻ്റലി മോർ ഫ്രണ്ട്ലി. ആ ബസ് കേരളം മിസ് ചെയ്തു മനഃപൂർവ്വം, ഇവിടുത്തെ സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട് മിസ് ചെയ്തു. കേരളം ഈസ് എ വെരി സ്ട്രേഞ്ച് പ്ലേസ്. പുരോഗമനമൊക്കെ പറയുമെങ്കിലും പുരോഗമനത്തിൻ്റേതായിട്ടുള്ള ബദലുകൾ ഔദ്യോഗിക ലെവലിൽ പ്രത്യേകിച്ചും വരുമ്പോൾ അതിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ഒരുപാടുണ്ട്. '73 ഞാനിവിടെ ഒരു ഗവേഷകനായിട്ട് CDSൽ ചേരുന്ന സമയത്ത് അദ്ദേഹമാണ് ഞങ്ങളുടെ ഈ ഓഫീസ് കെട്ടിടങ്ങൾ പൂർത്തീകരിച്ച് പിന്നെ അദ്ദേഹത്തെ ഞങ്ങളുടെ ഫാക്കൽറ്റിയിലെ ഒരു വിസിറ്റിംഗ് ഓണററി ഫെലോ ആക്കി. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ വരുന്നവരെയൊക്കെ ഈ മാതൃകകളെ കാണിച്ചു കൊടുക്കും. ഞാനതിനെക്കുറിച്ച് ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന്, ഈ കോൺക്രീറ്റ് ആയിട്ടുള്ളതും ഇതും തമ്മിലുള്ള വ്യത്യാസം കുറിച്ച്. പിന്നെ പേഴ്സണലായിട്ട് അദ്ദേഹം എല്ലാവരുമായിട്ട് സംവദിക്കും, ഞങ്ങൾ പലരുമായിട്ട്. പിന്നെ എൻ്റെ അന്നത്തെ സഹപ്രവർത്തകരെല്ലാവർക്കും ഈ മാതിരിയുള്ള വീടുകൾ അദ്ദേഹം തന്നെ നേരിട്ട് വെച്ച് കൊടുത്താൽ. പിന്നെ അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റായിരുന്നു, ചിത്രകാരനായിരുന്നു, നല്ല സരസ സംഭാഷകനായിരുന്നു, ടീച്ചറായിരുന്നു. ഒരുപാട് കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ ഈ കൺസ്ട്രക്ഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനമുണ്ട്, ലോറി ബേക്കർ സെൻറ്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസ്. അതിൻ്റെ ചെയർമാനായിരുന്നു ഞാനിപ്പോൾ വേറൊരാളാണ്. അതിൻ്റെ അക്കാഡമിക് കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനിപ്പോഴും ഉണ്ട്. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആർക്കിടെക്ട്സിനും സിവിൽ എഞ്ചിനീയേഴ്സിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊരു വശത്തെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി പോലെ കൊണ്ടുപോകുന്നു. ഇറ്റ്സ് ലൈക്ക് എ മെനു. സം പീപ്പിൾ കം ആൻഡ് മസാല ദോശ ഇഷ്ടമുള്ളവർക്ക് മസാല ദോശ കഴിക്കാം, പുട്ടുള്ളവർക്ക് പുട്ട് കഴിക്കാം എന്ന് പറയുന്ന മാതിരി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വരുമ്പോൾ ചിലർ ഇതിന് ഓപ്റ്റ് ചെയ്യും, അവർ വരും. കോസ്റ്റ്ഫോർഡ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ മറ്റുള്ള ചില ആർക്കിടെക്ട്സ് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരും ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ആൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ദ അൾട്ടിമേറ്റ് ടെസ്റ്റ് ഈസ് വെദർ ദി കൺസ്ട്രക്ഷൻ ക്യാരീസ് ലെസ് ഫുട് പ്രിൻറ്റ് ദാൻ ബിഫോർ കമ്പയർഡ് ടു ദ കോൺക്രീറ്റ് ബേസ്ഡ് ആർക്കിടെക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. ഇതൊരു 30 to 40% കാർബൺ ഫുട് പ്രിൻറ്റ് കുറവാണ്.